ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിലിമ്പിപ്പുളി അച്ചാർ ഉണ്ടാക്കിയാലോ. ഈ പുളിക്ക് പലയിടത്തും പല പേരാണ് പറയുന്നത്. ചിലത്ത് ഇരുമ്പുളി എന്ന് പറയും. ഇവിടെ ഞങ്ങൾ കോട്ടയത്തിന് ചിലിമ്പിപ്പുളി എന്നാണ് പറയുന്നത്. ചിലിമ്പിപ്പുളി ഒരു പാത്രത്തിലിട്ട് നല്ലതായിട്ട് കഴുകിയെടുക്കുക. ഒരു 2 പ്രാവശ്യം കഴുകി നല്ലതായിരിക്കും. ഇതിൻ്റെ ഒരു കറുത്ത പൂവുണ്ട്, അത് പോകണം. പിന്നെ നമ്മളിത് 4ആയിട്ട് കീറുക. ഇത് 4ആയിട്ട് കീറിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പിടുക. കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലതായിട്ടത് മിക്സ് ആക്കുക. നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ട്രേക്കകത്തിട്ട് ഒരു 4 ദിവസം ഉണങ്ങണം. 4 ദിവസം ഉണങ്ങി കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ കിട്ടും. പിന്നെ ഒരു ചീനിച്ചട്ടി എടുക്കുക. ചീനിച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇടുന്നതെന്ന് വെച്ചാൽ പച്ചമുളകാണ്. പച്ചമുളക് ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇടുന്നത് വെച്ചാൽ മഞ്ഞപ്പൊടി ഇടുക. കുറച്ച് ഉലുവാപ്പൊടി ഇടുക. പിന്നെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാർ പൊടിയാണ്. അച്ചാർ പൊടി ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ വിനാഗിരിയാണ്. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞ് മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണങ്ങി വെച്ചിരിക്കുന്ന ചിലിമ്പിപ്പുളി ഇട്ട് കൊടുക്കുക. അത് വീണ്ടും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ആവശ്യമുണ്ട് കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നല്ല അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ടേ.